പസഫിക് സമുദ്രത്തിലെ ഗ്വാം ദ്വീപിലെ സേനാ താവളത്തിൽ നിന്നാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നത്. ഗ്വാമിൽ നിന്ന് 7500 കിലോമീറ്റർ ആകാശ ദൂരം പിന്നിട്ടാണ് ലക്ഷ്യസ്ഥലത്തെ ആക്രമണം. പശ്ചിമ പസഫിക്കിലെ അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രം. ശനിയാഴ്ച അമേരിക്കയിലെ മിസൗറിയിൽ നിന്ന് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഗ്വാമിലെ ആൻഡേഴ്സൺ വ്യോമത്താവളത്തിൽ എത്തിയപ്പോഴേ ആക്രമണത്തിന്റെ സൂചനകൾ തെളിഞ്ഞു വന്നു. ഗ്വാം തിരഞ്ഞെടുത്തതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, അമേരിക്കയിൽ നിന്ന് നേരിട്ട് പറന്നു ചെല്ലുന്നതിനേക്കാൾ എളുപ്പം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാതാവളങ്ങൾ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുമെന്നതാണ് രണ്ടാമത്തെ കാരണം. ഗ്വാമിൽ നിന്ന് 7500 കിലോമീറ്റർ ആകാശ ദൂരമുണ്ട് ഇറാനിലേക്ക്. ഒറ്റപ്പറക്കലിൽ പരമാവധി 11000 കിലോമീറ്റർ ദൂരം B-2 വിമാനങ്ങൾക്ക് സഞ്ചരിക്കാനാകും. പറക്കുന്നതിനിടെ ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ ഇതിലുമധികം ദൂരം B-2 വിമാനങ്ങൾക്ക് നിലം തൊടാതെ സഞ്ചരിക്കാനാകും. അമേരിക്കൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ദ്വീപ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് 1941-ൽ ജപ്പാനീസ് സേന പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് 1944-ൽ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്ക തിരികെ പിടിച്ചു. അമേരിക്കൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ് ഗ്വാമിലേത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.